ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വളരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അപ്പച്ചന്മാർ, അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരികൾ, പ്രായമായവർ, രോഗികൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ശുശ്രൂഷയാണ്. ആമേൻ, ആമേൻ. വചനമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല. വചനമില്ലാത്ത ഒരു ശുശ്രൂഷയും ഇവിടെയില്ല. ദൈവവചനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഒരുപാട് സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മനോഹരമായ ഒരു വചനം കേൾക്കുകയാണ്. സങ്കീർത്തനം 34 അധ്യായം 18 വാക്യം. ഇത് കേൾക്കുമ്പോൾ സങ്കീർത്തനം 34 അധ്യായം 18 വാക്യം. സങ്കീർത്തനം 34:18 വളരെ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കേണ്ടതാണ്, വായിച്ചു പോയതാണ്. വായിച്ചു കേൾക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദൈവം ആർക്കാണ് അടുത്തുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. ആർക്കാണ്? ഹൃദയം നുറുങ്ങിയവർക്ക്. അടുത്തതോ മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവം ആരെയാ രക്ഷിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സ് ഉരുകിയവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരൊക്കെയോ ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. ഈ വചനത്തിൽ പറഞ്ഞതുപോലുള്ള ആളുകൾ, ഹൃദയം നുറുങ്ങിയവർ, മനസ്സ് ഉരുകിയവർ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ നോക്കുമ്പോൾ കാണുന്നത്, അല്ലെ വേറൊരാൾ നോക്കുമ്പോൾ കാണുന്നത്, അയാളുടെ വീടിൻ്റെ കാർ പോർച്ചിൽ കിടക്കുന്ന 15 ലക്ഷം രൂപയുടെ കാറാണ്. അല്ലെങ്കിൽ അവരുടെ വീട് അടിച്ചിരിക്കുന്ന, ഈ അടുത്ത കാലത്ത് അടിച്ചിരിക്കുന്ന പെയിൻറ്റ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അവരുടെ മിറ്റം, ഇതൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ നമുക്കാർക്കും അറിയില്ല, പലരെയും നമ്മൾ കാണുന്നുണ്ട്, കാര്യമില്ല, വീടൊക്കെ ഉണ്ടെങ്കിലും അടുത്തറിയുമ്പോഴാണ് അറിയുന്നത് പലരും ഹൃദയം നുറുങ്ങിയവരും മനസ്സ് ഉരുകുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കണ്ടാലൊന്നും അവർക്ക് ഒന്നും തോന്നത്തില്ല. കണ്ടാൽ നമ്മൾ ഓർക്കും ഇവരാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവരെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം വലിയ വീടുണ്ട്, കാറുണ്ട്, കഴുത്തിലും കാതിലും ഒക്കെ നല്ല സ്വർണ്ണമുണ്ട്, വില കൂടിയ വസ്ത്രങ്ങളുണ്ട്, നല്ല ചെരുപ്പുണ്ട്, കയ്യിൽ മോതിരമുണ്ട്, നല്ല വാച്ചുണ്ട്. പക്ഷെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഹൃദയം നുറുങ്ങിയവരും മനസ്സുരുകിയവരുമാണ്. അങ്ങനെയുള്ളവരാണ്. ചിലരെങ്കിലും അതേപോലെ ദുഃഖത്തിലാണ്. ബൈബിൾ പറയുന്ന വാക്യം ശ്രദ്ധിച്ചേ, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. മനസ്സുരുകിയവരെ ആര് രക്ഷിക്കും? ദൈവം അവനെ രക്ഷിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ആരെയാ രക്ഷിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരുടെ അടുത്തേക്കാണ് വരുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം പണമുള്ളവൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. മനസ്സുരുകിയവനെ രക്ഷിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയവും മനസ്സും ഉരുകിയവരും തകർന്നവരും ഇതിനകത്തുണ്ട്. അടുത്ത് കസേരയിൽ ഇരിക്കുന്നവർക്ക് പോലും അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരെ ദൈവം വചനത്തിലൂടെ രക്ഷിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പൊട്ടിയ പാത്രങ്ങളാണ്. പല മനുഷ്യർക്കും നല്ല ഡ്രസ്സും നല്ല കാറൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷെ ജീവിതം കൊണ്ടും ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടും പൊട്ടിപ്പൊളിഞ്ഞ മനസ്സും പൊട്ടിപ്പൊളിഞ്ഞ പാത്രം പോലെ പൊട്ടിയവരാണ്. പക്ഷെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, തകർന്നു പോയ ജീവിതങ്ങളെ ദൈവം ചേർത്തൊരു പാട് പോലും ഇല്ലാതെ അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. ആമേൻ. ഇന്നും ഈ വചനത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. അടുത്തൊരു കാര്യം വചനം കൂടെ വായിക്കാം. സങ്കീർത്തനം 147 അധ്യായം
മൂന്നാമത്തെ വാക്യം. സങ്കീർത്തനം 147:3. 2 വചനങ്ങൾ വായിച്ചു കേൾക്കുകയാണ്. സങ്കീർത്തനം 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും. ആരെയാണ്? ഹൃദയം തകർന്നവരെ, മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുകയും. അടുത്തത്, അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും. അവരുടെ മുറിവ് വച്ചുകെട്ടുകയും ചെയ്യും. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് നമ്മളെല്ലാവരും വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടി. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു പ്രോഗ്രാം കാണാനോ പങ്കെടുക്കാനോ അല്ല, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ അത് തകർന്ന പൊട്ടിപ്പൊളിഞ്ഞു പോയ മനുഷ്യൻ്റെ ജീവിതത്തിൽ തരുന്നതാണ് ഉയർത്തെഴുന്നേൽപ്പ്. അത് നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ അത് വന്നു കയറും, അത് വരും, അത് അനുഗ്രഹമായി തീരും. ആത്മഹത്യ ചെയ്യാൻ പ്രാർത്ഥിച്ച ഒരാളുണ്ട് ബൈബിളിൽ. സൂയിസൈഡ് ചെയ്യാൻ, എനിക്ക് ജീവിതം മതി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു മനുഷ്യനുണ്ട് ബൈബിളിൽ. അങ്ങനെ ഒരാൾ ആരാ പ്രാർത്ഥിക്കുന്നത്? ഇഷ്ടം പോലെ സൗകര്യമുള്ള ഒരാൾ, സന്തോഷമായിട്ട് കാറും വീടും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാൾ പറയുമോ എനിക്ക് മരിച്ചാൽ മതി എന്ന്? പറയില്ല. സങ്കടം കൂടി വന്ന് അവന് തന്നെ അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പറയുന്നത് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ദൈവത്തോടൊരു മനുഷ്യൻ ചോദിച്ചു, എനിക്ക് ജീവിതം മടുത്തു, മതി ഈ ജീവിതം, എനിക്ക് മരിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഒരു മുൾച്ചെടിയുടെ ചോട്ടിലിരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അയാളെ ദൈവം എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് നിങ്ങളോട് പറയുകയാണ്. അത് വായിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം തൊട്ടാണ്. 19-ാമത്തെ അധ്യായം തൊട്ട് ഇത് വായിക്കുവാണ്. ചിലർ പറയും, അയ്യോ ഞാനും അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സത്യമാണ്. ചില വിഷമങ്ങളും തകർച്ചയും വന്നപ്പം 10 പ്രാവശ്യം ചിന്തിച്ചതാ, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. അത് അങ്ങനെ പറഞ്ഞതോർത്തൊന്നും വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ വലിയ പ്രവാചകൻ വരെ ബൈബിളിനകത്തുണ്ട്. അങ്ങനെ പറഞ്ഞവനെ നീ എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. എന്നാൽ നീ പോയി മരിച്ചോളാനല്ല ദൈവം പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പുസ്തകമാണ് 19-ാം അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു പ്രഭാഷണമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമായി വരുന്നു എന്ന് വിശ്വാസത്തിൽ കണ്ടോണ്ടെന്ന് കേൾക്കുവാണ്. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബെലിനോട് പറഞ്ഞു. ഏലിയ ഈ വ്യക്തിയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എനിക്ക് ജീവിതം മതി, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് എങ്ങനെയേലും ചത്താ മതി, മരിച്ചാ മതി എന്ന് മനുഷ്യനോടല്ല പറഞ്ഞത്, ദൈവത്തോട്. ആ പറഞ്ഞയാളുടെ പേരാണെന്ത്? ഏലിയ. ഉറക്കെ പറഞ്ഞു, ഏലിയ. ഏലിയ. അടുത്ത കാര്യം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അവർ ഒരു ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ. നാളെ നിന്നെ തട്ടിക്കളയൂന്നാ പറഞ്ഞേ. നിന്നെ നാളെ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കും. ഒരു ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, കുറച്ച് ആളുകൾ, രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ നിന്നെ കൊല്ലാൻ നോക്കുക, നാളെ ഇത്ര നേരത്തിനുള്ളിൽ നിന്നെ കൊല്ലും. അതാ എഴുതിയിരിക്കുന്നത്, നാളെ ഈ നേരത്തിന് മുമ്പ് നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ഞാൻ ആക്കും, നിന്നെ ഞാൻ കൊല്ലും. ഏലിയായെ കൊല്ലൂന്ന് കേട്ടപ്പം ഏലിയ പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. എന്നിട്ട് ഏലിയ എന്ത് ചെയ്യുന്നറിയാമോ? ഏലിയ ഓടി, ജീവരക്ഷാർത്ഥം ഓടി. അതാ 3-ാമത്തെ വാക്യം. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം എന്ന് പറഞ്ഞ എന്നാ അർത്ഥം? ജീവൻ എന്നെ കൊന്നുകളയും, ശത്രുക്കൾ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ടെന്ന് പേടിച്ച് ഈ മനുഷ്യൻ ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു, ഓടി പലായനം ചെയ്തു. ഏലിയ ആരെന്നറിയാമോ? പ്രാർത്ഥിച്ചു മഴ പെയ്ച്ച ആളാ, ഒറ്റയ്ക്ക് ബലിയർപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയ ആളാണ്. ഈ മനുഷ്യൻ
അതിഫേമസായ ഒരു പ്രവാചകനും ശുശ്രൂഷകനുമാണ്. പക്ഷേ ഇവിടെ പേടിച്ചു പോയി. കാര്യം വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ചില സമയത്ത് നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോകും, വിറച്ചു പോകും. ഓടി നാട് വിട്ടു പോയാലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ. നാട് വിട്ടു പോയാലോ, പോയി മരിച്ചാലോ, ജീവരക്ഷാർത്ഥം ഞാനിനി രക്ഷപ്പെടില്ല. ഇങ്ങനെ ഓടുമ്പോൾ ഏലിയായുടെ മനസ്സ്, സങ്കീർത്തകന്റെ പറഞ്ഞ വാക്കാണ്, ഹൃദയം തകർന്ന് മനസ്സുരുകിയ അവസ്ഥ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എവിടെ എത്തി എഴുതിയിട്ടുണ്ട്? അവൻ യൂദയായിലെ ബെർശബായിലെത്തി. യൂദായിലെ ബെർശബായിൽ വരെ ഇയാൾ ഓടി, പേടിച്ചോടി, ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. വിട്ടുപിരിഞ്ഞു. 4-ാമത്തെ വാക്യം, അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്നു. ഒറ്റയ്ക്ക്. എത്ര പേരുടെ കൂടെ പാളും പരിവാരങ്ങളൊന്നുമില്ല, ഒറ്റപ്പെട്ടു പോയ ആള്. ഇവിടെ ഇരിക്കുന്ന ചിലരും ഞാനും ഒക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ ഞാൻ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ഇതേ നമ്മളെപ്പോലെ ഒറ്റപ്പെട്ടു പോയ ഒരാൾ, ഒറ്റയ്ക്ക് ഒരാൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. അടുത്തത്, ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. ഒരു വാടാമുൾച്ചെടിയുടെ, ഒരു മുള്ളുള്ള ചെടിയുടെ തണലിൽ പോയിരുന്നു. ഏതൊക്കെയോ പ്രശ്നങ്ങളുടെ തണലിൽ പോയി തലകുനിച്ച് ഇരിക്കുന്നവരാ പലരും. തലകുനിച്ച് മനസ്സു തകർന്ന് മൂലക്കിരിക്കുന്നവരാ പലരും. മനസ്സ് തകർന്ന് ഏതോ മൂലയ്ക്ക് പോയി കുത്തിയിരിക്കുന്നവർ. ഏലിയ വലിയ ഫേമസ് ആളാണ് ഈ ഇദ്ദേഹം. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന എവിടെയാ? മുൾച്ചെടിയുടെ തണലിൽ ഒളിച്ചിരിക്കുക, പേടിച്ചിട്ട് ഒരു മുൾച്ചെടിയുടെ ചോട്ടിൽ ഒറ്റയ്ക്ക്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, ഏത് മുൾച്ചെടിയുടെ ചോട്ടിലാ ഇന്ന് നിങ്ങളുള്ളത്? എന്ത് പ്രശ്നത്തിൻ്റെ അകത്താ നിങ്ങൾ ഇന്നുള്ളത്? ഏത് കാര്യമാണ് നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതോ ഒരു മുൾച്ചെടിയുടെ ചോട്ടിലാ ഇന്ന് നിങ്ങൾ പലരും ഉള്ളത്. ചിലർ പറയും, എൻ്റെ ജീവിത പങ്കാളിക്കൊന്നും ഒരു സ്നേഹമൊന്നുമില്ല, ഈ സ്നേഹിക്കുന്ന അത്രയും സ്നേഹം തിരിച്ചെനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു തണലാണ് ഇന്ന് നിങ്ങളുള്ളത്. ചിലർ പറയും, ഞാൻ വിശ്വസിച്ചയാൾ എന്നെ ചതിച്ചു. അങ്ങനെ ഒരു മുൾച്ചെടിയുടെ ചോട്ടിലാണ് നിങ്ങളുള്ളത്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, എനിക്ക് എന്നും തടസ്സമാണ്, പ്രശ്നമാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെട്ടു. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലായി ഇന്ന് ഇരിക്കുന്നത്. എവിടെയായിരുന്നാലും അടുത്ത കാര്യം കേട്ടെ, അവൻ അവിടെ ഇരുന്ന് മരണത്തിനായി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? മരണത്തിനായി. നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല, മരണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരില്ല. നിങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ ഫേമസ് ആയ പ്രവാചകൻ പറയുക, എങ്ങനെയും ഒന്ന് പോയി സൂയിസൈഡ് ചെയ്താലോ, പോയി മരിച്ചാലോ, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, മരിച്ചാ മതിയെന്ന്. മരിക്കാൻ വേണ്ടി മുൾച്ചെടിയുടെ ചോട്ടിൽ മരിച്ചു കിട്ടിയാൽ മതി, എനിക്ക് ഇത്ര ആയുസ്സൊന്നും വേണ്ട, ഇനി അധികകാലമൊന്നും വേണ്ട, ഇനി എങ്ങനെയേലും അങ്ങ് മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? ഏലിയ പ്രാർത്ഥിച്ചു, മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അടുത്ത കാര്യം നോക്കിയേ, കർത്താവേ മതി മതി മതി, എനിക്ക് ഇത്രയൊക്കെ ജീവിച്ചാ മതി, എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ബൈബിളിൽ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ, ജീവിച്ചതൊക്കെ മതി, ഇത്രയൊക്കെ മതി, ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല, മരിച്ചാൽ മതി. ബൈബിൾ വായിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഏലിയ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മതി, എനിക്ക് ജീവിതം മടുത്ത്, ഇത്രയൊക്കെ മതി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലേ ജീവിതത്തിൽ മടുത്തു, മതിയെന്ന്? ദേ നമ്മളെപ്പോലെ തന്നെ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, മതി. അടുത്തത്, എൻ്റെ ജീവനെ സ്വീകരിച്ച, എൻ്റെ ജീവൻ എടുത്തോ, എൻ്റെ ആത്മാവിനെ എടുത്തോ, എനിക്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടോ ഇല്ലയോ? അടുത്ത കാര്യം വായിച്ചേ, അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. അവൻ ആ ചെടിയുടെ ചോട്ടിൽ തന്നെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. അടുത്ത കാര്യം വളരെ വളരെ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു വാക്കുണ്ട്, അത് വായിച്ചേ, എന്റെ പ്രാണനെ സ്വീകരിച്ച, എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല എന്ന്. ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ചേ. ഏലിയ ദൈവത്തോട് പറഞ്ഞു, ഞാൻ കൊള്ളൂലാത്ത മനുഷ്യനാണ്, ഞാൻ ഒരു പാപിയാണ്, എനിക്ക് അഴുക്കുണ്ട്, എനിക്ക് ജീവിച്ചത് മടുത്തു, ജീവിതം മതി,
എൻ്റെ ആത്മാവിനെ സ്വീകരിക്ക്, എനിക്ക് മരിച്ചു കിട്ടിയാൽ മതി, എന്നെ എടുത്തോണ്ട് പോ, മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയണേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും മെച്ചമല്ല, എന്നെ ഒന്നും കൊള്ളത്തില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാപിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്, ഞാൻ കൊള്ളൂ, ദൈവത്തിന് എന്നെ എന്തോ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ തകർച്ചയെല്ലാം വരുന്നത്. നമ്മൾ മനസ്സ് തകർന്നിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും മെച്ചമല്ല, ഒട്ടും മെച്ചമില്ല, എനിക്ക് അഴുക്കുള്ള ശരീരമാണ് എൻ്റേത്, കൊള്ളത്തില്ലാത്ത ഒരാളാണ് ഞാൻ, എനിക്ക് വലിയ പ്രാർത്ഥനയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അടുത്തത് അത്ഭുതമാണ്, 5-ാമത്തെ വാക്യം, അടുത്ത വാക്ക്, കർത്താവിൻ്റെ ദൂതൻ. അവിടെ തൊട്ട് വായിച്ചേ, കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി. അവിടെ നിർത്തിക്കേ. കർത്താവിൻ്റെ ദൂതൻ എങ്ങനെയാ അറിഞ്ഞത് ഇങ്ങനെ ഒരു മുൾച്ചെടിയുടെ ചോട്ടിൽ ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്? അവിടെ ആരുമില്ലായിരുന്നല്ലോ, ഒന്നിനും ഒറ്റപ്പെട്ട്. ഒരു കാര്യം കേട്ടെ, നിങ്ങൾ എത്ര ഒറ്റപ്പെട്ട നിലയിലാണേലും നിങ്ങൾ എവിടെയാ മനസ്സുകൊണ്ടായിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ആമേൻ, ആമേൻ. അത് കാണുന്നൊരു ദൈവമുണ്ട്. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ വന്നിട്ട് എങ്ങനെയാ എഴുന്നേപ്പിച്ച് നോക്കിക്കേ. ദൂതൻ അവനെ തട്ടി ഉണർത്തി. എങ്ങനെയാ തട്ടി? നമ്മൾ എന്താ പറയില്ലേ, നമ്മൾ വിളിച്ചു നോക്കും, എന്നിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ തട്ടി നോക്കും, എഴുന്നേക്കാൻ പറയും. ദൂതൻ വന്നിട്ട് നോക്കുമ്പം ഒരു മുൾച്ചെടിയുടെ ചോട്ടിൽ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരുത്തൻ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അവനെ തട്ടി ഉണർത്തി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്, ഈ കാര്യം വായിച്ചിട്ട് പറയാണ്, ദൈവം എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്നറിയാമോ? ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയെന്ന് ഈ വചനം കേൾപ്പിച്ചു നിങ്ങളെ ദൈവം തട്ടി ഉണർത്തുക. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുക. എന്നാ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു നോക്കൂ, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ്. മരുഭൂമിയിൽ ആരാ ഹോട്ടലുണ്ടോ? ആര് ഭക്ഷണം ഉണ്ടാക്കാനാ? എഴുന്നേറ്റിട്ട് പറയുവാണ്, ഭക്ഷിക്ക്. എന്താ ഭക്ഷിക്കാൻ കൊടുത്ത് നോക്കൂ. അടുത്ത കാര്യം, എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൈ എത്തുന്ന ദൂരത്ത് ചൂടുള്ള അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. തലയുടെ ഭാഗത്ത് ഇതാര് കൊണ്ടെന്ന് വച്ചെന്ന് അറിയില്ല. ഇത്ര അടുത്ത് എഴുന്നേക്കുമ്പോൾ അവൻ കണ്ണ് തുറക്കുമ്പോൾ ആള് കാണുവാണ്, അപ്പവും വെള്ളവും ഭക്ഷിക്കാൻ അടുത്ത് കൊണ്ട് വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ എവിടെയൊക്കെയോ ഏതൊക്കെയോ പ്രശ്നങ്ങളുടെ വാടാ മുൾച്ചെടിയുടെ ചൂട്ടിൽ കിടക്കുമ്പോൾ ഇതാ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ വചനം കൈയെത്തുന്ന ദൂരത്തിരിക്കുന്നു. അല്ല, അതെന്റെ ചെവികളിലൂടെ കേട്ടുകൊണ്ട് എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കുന്നു. കൈയെത്തുന്ന ദൂരത്തിനുള്ളത് അപ്പോ വെള്ളത്തിന് പകരം ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. അടുത്ത കാര്യവാക്കി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്നവൻ പറഞ്ഞു. അത് കഴിച്ച് അവൻ വീണ്ടും അവിടെ തന്നെ കിടന്നു. 7-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ആദ്യം എഴുന്നേറ്റ് ഭക്ഷിച്ച് അവിടെ തന്നെ പുള്ളി കിടന്നുറങ്ങി. വീണ്ടും കിടന്നുറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എഴുന്നേൽക്ക്, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതുകൊണ്ട് അതിന്റെ ശക്തി കൊണ്ട് വായിച്ചേ, 40 രാവും 40 പകലും നടന്ന് ദൈവത്തിന്റെ മലയായ ഹോറേബിലെത്തി. അത്രയും ദൂരം നടക്കാനുള്ള ശക്തി ഈ അപ്പത്തിനാ കിട്ടിയത്. ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളെ ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോകും. വിശ്വസിക്കുന്നു. ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ വിചാരിച്ചു ഈ വാടാ മുൾച്ചെടിയുടെ ചോട്ടിൽ എൻ്റെ ജീവിതം തീർന്ന് ഇവിടെ തന്നെ ആരെങ്കിലും മണ്ണുമാന്തി എന്നെ കുഴിച്ചിടുകയുള്ളെന്ന് ഏലിയ പോലും വിചാരിച്ച്. പക്ഷെ ഏലിയ അവിടെ കിടക്കുമ്പോൾ ജീവിച്ചത് മതി, മരിച്ചാൽ മതി, സൂയിസൈഡ് ചെയ്താലോ, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കൊണ്ടുവന്നത് ഒരു കുപ്പി വിഷമല്ല കൊണ്ട് കൊടുത്തത്, തൂങ്ങിച്ചാകാനുള്ള ഒരു ഇത്രയും നീളമുള്ള കയറല്ല കൊണ്ട് കൊടുത്തത്, ഭക്ഷിച്ച് ഇനിയും ദൂരോട്ട് പോകാൻ ശക്തി തരുന്ന അപ്പമാണ് കൊടുത്തതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്ത് അല്ല ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പത്തിന് പകരം ദൈവത്തിന്റെ വചനമാണ്. ഇത് നിങ്ങളെ മുന്നോട്ടാണ് നയിക്കുന്നത്, പിറകോട്ടല്ല. ഒരു കുഞ്ഞു പോലും ഈ വചനം കേട്ടിട്ട് പുറകോട്ട് പോകില്ല. നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് എത്തേണ്ടിടത്തു നിങ്ങളെ ദൈവം എത്തിക്കാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും
ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. സമീപസ്ഥനാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഏലിയ മരിച്ചാ മതി എന്നും പറഞ്ഞ് ഒരു മുൾച്ചെടിയുടെ ചോട്ടിൽ കുത്തിയിരുന്ന ആളാണ്. പുള്ളിക്ക് അവിടുന്ന് കിട്ടിയത് ദൈവം നൽകിയ ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ആ വ്യക്തിയെ എത്തേണ്ടടുത്ത് എത്തിച്ചത്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, മനസ്സ് തകർന്നവരെ ദൈവം ഉയർപ്പിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ദൈവം ഈ കാലഘട്ടത്തിലും ചെയ്യുവോ എന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഫാദർ, എത്രയോ അത്ഭുതങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, എത്രയോ സാക്ഷ്യങ്ങൾ ഞാൻ പല സ്ഥലത്തു നിന്നും കേട്ട് കഴിഞ്ഞു. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു അത്ഭുതം നടക്കാത്തത്? എൻ്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം ഉണ്ടാകാത്തത്? എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ ദൈവം തള്ളിക്കളയുന്നത്? അങ്ങനെ ഏതേലും വിഷയത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനത്തെ ഒരു അത്ഭുതം എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത്? ഒരു കാലത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സുരുകിയവരെ ചവിട്ടി താത്തുന്നല്ല, മനസ്സുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുമെന്നാ പറഞ്ഞത്. കണ്ണുകളും അടച്ചേ. എന്നിട്ട് നിങ്ങൾ ആ ഏലിയായുടെ സ്ഥാനത്തൊന്ന് നിന്നേ. ഏലിയ മനസ്സ് മുറിഞ്ഞ പ്രവാചകൻ. നിന്നെ ഞാൻ കൊല്ലൂന്നാണ് രാജാക്കന്മാരുടെ പക്ഷത്ത് ആളുകൾ പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ ഇത്ര നേരത്തിനുള്ളിൽ ഏലിയ നിന്നെ ഞാൻ തീർക്കും. ഏലിയ ജീവരക്ഷാർത്ഥം ഓടി. നിങ്ങൾ എവിടുന്നാ ഓടുന്നത്? ഏതൊക്കെയോ പ്രശ്നങ്ങളിൽ ഓടുന്നവരാ നമ്മൾ. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നവരാ നമ്മൾ. പോകുന്ന വഴിക്കും ഏലിയ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഭൃത്യൻ വരെ വിട്ടുപിരിഞ്ഞു പോയി. കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരൊക്കെ പോയി, ആരുമില്ലാതായി. ഏലിയ അവിടെ ഇരുന്ന് എന്നാ പ്രാർത്ഥിച്ചത്? ദൈവമേ, എന്നെ രക്ഷിക്കണമെന്നല്ല, എനിക്ക് മടുത്തു, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി മുന്നോട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എനിക്ക് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഏലിയ പ്രാർത്ഥിച്ചു. ഏലിയ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അതേ മുൾച്ചെടിയുടെ ചോട്ടിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം, എവിടെയൊക്കെയോ ഏതൊക്കെയോ മുൾച്ചെടിയുടെ ചോട്ടിലാ പലരും ഇന്ന് ജീവിക്കുന്നത്. ചിലർ പറയും, എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയി, എൻ്റെ ജീവിത പങ്കാളി എന്നെ തെറ്റിദ്ധരിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനെയുള്ള വാടാ മുൾച്ചെടിയുടെ ചോട്ടില ഇരിപ്പും കിടപ്പും, ഏതോ മൂലയ്ക്ക് കുത്തിയിരിക്കുക തലകുനിച്ച്. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ അപ്പവും വെള്ളവും കൊടുത്ത് അയച്ചിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു, തട്ടി ഉണർത്തി. ഇതാ ദൈവത്തിൻ്റെ വചനം നിന്നെ കേൾപ്പിക്കുന്നത് നിന്നെ തട്ടി ഉണർത്താനാണ്. അവിടെ തന്നെ കിടന്നോ, പോയി ചത്തോന്ന് പറയാനല്ല. മനുഷ്യര് പറയും, എന്നാ നീ പോയി ചാക്, നീ പോയി ചത്താ എനിക്കെന്താ കുഴപ്പം? ഏലിയായോട് ദൈവത്തിന്റെ വാക്കല്ല, നീ മരിക്കാൻ പ്രാർത്ഥിച്ചു, എന്നാ പോയി മരിച്ചോളാനല്ല, എഴുന്നേൽക്ക്, നിനക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടയാളാണ്, ഒരുപാട് പേരെ ദൈവത്തിൽ എഴുന്നേൽപ്പിക്കേണ്ടയാളാ. നീ അങ്ങനെ പറഞ്ഞാലോ? നീ തളരരുത്, നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പരാജയം സമ്മതിക്കരുത്, എഴുന്നേൽക്ക്. ഈ മുൾച്ചെടിയുടെ ചുവട്ടിൽ ഇരുന്നത് മതി, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഏലിയ എഴുന്നേറ്റപ്പോ കൈയെത്തുന്ന ദൂരത്ത് ചുടുകല്ലിൽ ചുട്ട അപ്പം, നല്ല ഫ്രഷായ അപ്പവും വെള്ളവും ഇരിക്കും. ഇത് എവിടെ നിന്ന് വന്ന് ഈ മരുഭൂമിയിൽ? ഞാൻ ഈ മുൾച്ചെടിയുടെ ചോട്ടി കിടക്കുമ്പോഴും എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ അർത്ഥം? ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? എന്തിനാ ഇതിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നത്? ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാ നിങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ തന്നെ വിശ്വസിച്ചു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടാ ഞാൻ ഈ വചനം കേട്ടത്. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി എവിടെയെങ്കിലുമൊക്കെ അതും ഇതും ചിന്തിച്ചിരുന്നേനെ. ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ, അരമണിക്കൂറാണ് നിങ്ങൾ കേട്ടു. മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവന് ദൈവം കൊടുക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ആ വാടാ മുൾച്ചെടിയുടെ ചുവട്ടിൽ കിടന്നവൻ വീണ്ടും അവിടെ കടന്നു പോയിട്ട് വീണ്ടും അതിൻ്റെ ചോട്ടിൽ കിടന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, നിന്നോടൊന്നും പറഞ്ഞാലും കേൾക്കുകയല്ല, അവിടെ തന്നെ കിടക്കുവാണോ എന്ന് ചോദിക്കല്ല, വീണ്ടും അവനെ സ്നേഹത്തോടെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഇത് ഭക്ഷിക്ക്. ആ ബലത്തിൽ, ആ ശക്തിയിൽ
അവൻ 40 രാവും 40 പകലും നടന്ന് അവൻ എത്തേണ്ടിടത്ത് എത്തി. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തടസ്സം അനുഭവിക്കുക, ഇനി എൻ്റെ കാര്യം ശരിയാകുമെന്ന് തോന്നുന്നില്ല, ഓ ഈ കാര്യമൊന്നും എവിടെ ശരിയാകാനാ എന്നൊക്കെയാണോ ചിന്തിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളെ വീണ്ടും അവിടെ തന്നെ കിടത്താനല്ല ഇത് കേൾപ്പിക്കുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവം കണ്ട സ്ഥലത്തേക്കും ദൈവം നിങ്ങൾക്ക് വച്ചിരിക്കുന്ന ദേശത്തേക്കും നിങ്ങളെ എത്തിക്കാൻ ദൈവം നിങ്ങളെ ഇത് കേൾപ്പിച്ച് വീണ്ടും തട്ടി ഉണർത്തുന്നതാണെന്ന് എൻ്റെ വിശ്വാസം. 2 കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. എന്നിട്ട് ഏലിയായെ പോലെ പ്രാർത്ഥിച്ച പലരും ഉണ്ട് ഇതിനകത്ത്. ഇനി നിങ്ങളാരേലും ഉണ്ടോയെന്നറിയില്ല, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് ഞാനും. ഈ ജീവിതമൊക്കെ മതി, ഇത്രയൊക്കെ മതി ജീവിച്ചത്, ഇനി കുറേ കാലം ജീവിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്നെപ്പോലെ ചിന്തിച്ചൊരു പ്രവാചകൻ ഇതിനകത്തിരിക്കുന്നു. എന്നെപ്പോലെ തന്നെ ചിന്തിച്ചു. ഈ പ്രവാചകനാണെങ്കിൽ മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ മഴ പെയ്ത ആളാണ്, പറഞ്ഞത് അതുപോലെ നടക്കുന്നയാളാണ്. ഇന്ന് പേടിച്ച് മൂലയ്ക്ക് കുത്തിയിരിക്കുന്നത്. പക്ഷെ ദൈവം ഏലിയായെ എഴുന്നേൽപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്നത് ചത്തതുപോലെ കിടക്കാനല്ല. ഈ വചനം കേൾപ്പിക്കുന്നത് ഇനി മരിച്ചാൽ മതി എന്ന് വീണ്ടും പ്രാർത്ഥിക്കാനല്ല, ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കാനല്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ ദൈവം നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പ് വേണം. ദൈവം എനിക്ക് നൽകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷയിൽ വേണം, ജീവിതത്തിൽ വേണം, കുടുംബത്തിൽ വേണം. നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളടച്ച്, ഏലിയ കടന്നത് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലാണ്, ഒരു മുള്ളുള്ള ചെടിയുടെ ചോട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, ഏത് മുൾച്ചെടിയുടെ ചോട്ടിലാണ് നിങ്ങളെന്നുള്ളത്? എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല, എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും എന്നോട് ഇഷ്ടമില്ല, അതുകൊണ്ട് ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വാടാ മുൾച്ചെടിയുടെ ചോട്ടിലുള്ളവരുണ്ട്. എനിക്കെന്നും രോഗമാ, എന്നും പ്രശ്നമാ എന്ന് ചിന്തിച്ച് ഒരു 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 മാനസികമായി തകർന്ന അങ്ങനെ ഒരു വാടാ മുൾച്ചെടിയുടെ ചോട്ടിലിരിക്കുന്നവരുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്ന വാടാ മുൾച്ചെടിയുടെ ചോട്ടിലിരിക്കുന്നവരുണ്ട്. എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ വിഷമിക്കുന്ന വാടാ മുൾച്ചെടി എവിടെയാണേലും ഇന്ന് കൈയെത്തുന്ന ദൂരത്തൊരു അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്. വിശ്വസിക്കുന്നു. എവിടെയാണേലും കൈയെത്തുന്ന ദൂരത്തൊരു വിടുതലുണ്ട്. എവിടെയാണേലും കൈയെത്തുന്ന ദൂരത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എവിടെയാണേലും നിങ്ങൾ അവിടെ കൊണ്ട് തീരുകയല്ല, ഇനി എത്തേണ്ടിടത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു അത്ഭുതവും അടയാളവും സൗഖ്യവും സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും അധരം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് കേട്ട ആ വചനം പല ആവർത്തി മനസ്സിൽ സൂക്ഷിക്കണം. നല്ലതാ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മരിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ബൈബിൾ വായിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്നെപ്പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ആൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് മരിക്കുകയല്ല ചെയ്തത്, ആ വ്യക്തിയെ ദൈവം അവിടെ വച്ച് അപ്പം കൊടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ പോയത് ദൈവത്തിൻ്റെ മലയിലേക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്തു പോയി. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. അതിനുവേണ്ടിയാണ് ഈ വചനം എന്നെ നിങ്ങളെയൊക്കെ കേൾപ്പിച്ചത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വചനം വായിക്കുകയാണ്. ആ വചനം വായിക്കുമ്പോൾ ഇതൊരു സെപ്പറേറ്റ് വിഷയമാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മുമ്പേ കേട്ട വചനത്തിനേക്കാൾ ഒരു 50% കൂടി പവർഫുള്ളാണിത്. കേൾക്കാൻ വേണ്ടി കേൾക്കരുത്, ഇന്നലെ ഞാനിത് സൂചിപ്പിച്ചതാണ്. പക്ഷെ അതിനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയും ആരാധനയും ഉള്ളവൻ ഒരു ചെങ്കടലിലും പെട്ടുപോകില്ല. എന്തൊക്കെയുള്ളവരാ? പ്രാർത്ഥനയും ആരാധനയും ഉള്ളവൻ്റെ മുമ്പിൽ ചെങ്കടലൊക്കെ വരും, പക്ഷെ അതിൽ അവൻ പെട്ടുപോകില്ല. എന്നാൽ പ്രാർത്ഥനയും ആരാധനയും ഇല്ലാത്തവൻ ഈ ചെങ്കടലിൽ പട്ടും പോകും, പെട്ടും പോകും, അക്കരെ കിടക്കില്ല. എന്ത് മിടുക്കനാന്ന് പറഞ്ഞാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ നോക്കിയിട്ട് പലരും പറയും, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നമ്മളെ നോക്കി പലരും പിണങ്ങും.
പലരും പിണങ്ങും, പലരും ദേഷ്യപ്പെടും, പലരും നമ്മളോടുള്ള കണക്ഷൻ ഒഴിവാക്കും, പലരും നമ്മളെ കുറ്റം പറയും. ചിലർ പറയും ഇയാൾക്ക് ഭ്രാന്താണെന്ന്, ഇയാൾക്ക് ഭക്തി കൂടിയിട്ട് എന്തോ പ്രശ്നം വന്നു എന്നാണ് ചിലർ പറയുന്നത്. അത് വിശ്വസിക്കുന്നവൻ അറിയാം അത് ഭ്രാന്തല്ലെന്ന്. അതൊരു ദർശനത്തിലാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രാർത്ഥനയും ആരാധനയുള്ളവൻ എന്തു വലിയ പ്രശ്നമാണേലും അക്കരെ കടന്നിരിക്കും. മറക്കരുത്. ഞാനിത് ബൈബിളിലൂടെ തെളിയിച്ചു തരും. ഒരു ഡയലോഗ് പറഞ്ഞു വെച്ചാൽ അതിന് ബേസ് ഇല്ലാതിരിക്കില്ല. എല്ലാത്തിനും വചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. വായിക്കാം ബൈബിളിൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. പുറപ്പാട് 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ കാണാൻ പറ്റും. പുറപ്പാട് 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, നമ്മുടെ ആരാധനയ്ക്ക് വിലയുണ്ട്. ബൈബിളിലൂടെ അത് തെളിയിക്കാൻ പോവാണ്. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. ഈജിപ്തിലെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, ഈജിപ്തിലെ ആ രാജാവ് മരിച്ചുപോയി. അടിമകളായി വിഷമിച്ചും വേദനിച്ചും കണ്ണുനീരും ഒക്കെയായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ പറയുന്നത് ഭ്രാന്താണ്, പുള്ളിക്ക് എന്തോ പറ്റിപ്പോയതാന്നാ പറയുന്നത്. അവർ ആ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നെടുവീർപ്പെട്ട് നിലവിളിച്ചു. ഞാൻ അതിന് കൊടുക്കുന്ന പേരാണ് ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന. ഞാൻ കൃത്യമായിട്ട് തെളിയിക്കാം. അടുത്ത വാക്ക് എഴുതിയിട്ടുണ്ട്, അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. എവിടെ എത്തി? ദൈവസന്നിധി. അത് ദൈവത്തിന്റെ സന്നിധിയിലെത്തി. അവരുടെ നിലവിളി എന്ന സ്ഥാനത്ത് നമുക്കിപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് പ്രാർത്ഥന എന്നൊന്ന് ചേർത്ത് വായിച്ച്, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി. ഇവിടെ നിന്ന് പോകുന്ന 10-50 ലക്ഷം രൂപയുടെ ബസ് ചിലപ്പോൾ ചുരത്തിലെത്തും കേടായി പോകും. നല്ല ടയറും നല്ല മെഷീനൊക്കെ എഞ്ചിനൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു തകരാറ്, വണ്ടി സൈഡ് കിടക്കുക. നമ്മൾ പോകുമ്പോൾ കണ്ടും 10:30 പോയ ബസ് ഇത് അവിടെ കിടക്കുന്നു. എന്നാ പറ്റിയതാ? എന്തോ കേടായി പോയതാ. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ് ചിലപ്പോൾ കോഴിക്കോട് എത്തേണ്ട ബസ് എത്തത്തില്ല, കേടായി പോകും. അവിടെയുള്ള ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ബസ്സിൽ കയറി പോകും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എവിടെയും കേടുപറ്റി വഴി കിടക്കിയല്ല. അത് അടിയന്തരമായി ഇറക്കേണ്ടി വരില്ല. അത് ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥന പോയെങ്കിൽ അത് അവിടെ തന്നെ കേടില്ലാതെ എത്തും. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗം അങ്ങനെയാ. ആ പ്രാർത്ഥന അവിടെ ദൈവസന്നിധിയിൽ അത് എത്തും. എഴുതിയിട്ടുണ്ട്, എത്തിന്ന് എഴുതിയിരിക്കുന്നത് ആണോന്ന് വായിച്ചു നോക്കിയേ. അവരുടെ നിലവിളി പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമായിരിക്കും. ചിലപ്പോൾ എത്തുമായിരിക്കും എന്നല്ല, പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന അല്ല, അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അത് അടുത്ത കാര്യം, അത് പ്രാർത്ഥനയാണ്. അടുത്ത കാര്യം, അടുത്ത വചനം വായിക്കാം. പുറപ്പാട് 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു. രണ്ട് കാര്യം കേട്ടോ. ഒരു സമയത്ത് ഒരു പ്രശ്നത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. മറ്റൊരു റെവലേഷൻ അവർ കേട്ട, ഒരു വെളിപാട് അവർ കേട്ടപ്പോൾ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു കേട്ടപ്പോൾ തലകുനിച്ച് അവർ ആരാധിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവരും ആരാധിച്ചവരും ചെങ്കടൽ കടന്നു. എന്നാൽ പ്രാർത്ഥനയും ആരാധനയും ഇല്ലാത്ത ഫറവോയുടെ ആൾക്കാർ ചെങ്കടലിൽ പെട്ടുപോയി. അവർക്ക് മുന്നേറാൻ പറ്റിയില്ല. പ്രാർത്ഥന ആരാധനയുള്ളവൻ ഇന്ന് നിൽക്കുന്നത് ചെങ്കടലിൻ്റെ മുമ്പിലാണേലും നിനക്ക് വേണ്ടി അവിടെയുള്ള വെള്ളം മതില് പോലെ ആക്കി നിർത്തും ദൈവം. എന്നാ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും അത് എൻ്റെ മുമ്പിൽ മതില് പോലെ നിൽക്കും. എങ്ങനെയെന്ന് ചോദിക്കരുത്. അതിൻ്റെ പ്രബന്ധമൊന്നും അവതരിപ്പിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവന്റെ മുമ്പിൽ ദൈവമായ കർത്താവ് വഴി തുറന്ന് അവനെ എത്തേണ്ടിടത്ത് സുരക്ഷിതമായി എത്തിക്കും.
അടുത്ത കാര്യം എഴുതിയിട്ടുണ്ട്. അതാ വായിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം. പ്രാർത്ഥനയും ആരാധനയുള്ളവർ എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അത് 27 മുതലുള്ള വാക്യങ്ങൾ. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 29-ാമത്തെ വാക്യം വായിച്ചേ. അവരിൽ ആരും അവശേഷിച്ചില്ല. അടുത്ത വാക്യം, എന്നാൽ ഇസ്രായേൽക്കാർ എന്ന് പറയുമ്പം ആരാണ്? ഇപ്പുറത്ത് പ്രാർത്ഥനയിച്ചവരും തലകുനിച്ചാരാധിച്ചവരുമായ ഇസ്രായേൽക്കാർ കടലിന്റെ നടുക്കൂടെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. വിമാനത്തിനല്ല, നടന്നുപോയി. പ്രാർത്ഥിക്കുന്നവനും ആരാധിക്കുന്നവനും നടന്നു മുന്നേറും. ആമേൻ. അവന്റെ മുമ്പിൽ ചെങ്കടലാണെങ്കിലും അവന്റെ മുമ്പിൽ ദൈവം വഴി തുറന്നിരിക്കും. അവൻ ആ പ്രശ്നത്തിൽ പട്ടും പോകൂല, ആ പ്രതിസന്ധിയിൽ അവൻ പെട്ടും പോവുകയാണ്. നമ്മളൊക്കെ പല പ്രതിസന്ധിയിലും പട്ടുപോയവരും പെട്ടുപോയവരുമാണ്. പ്രാർത്ഥനയും ആരാധനയുള്ളവൻ മുന്നോട്ട് കുതിക്കും. വായിച്ചു നോക്ക്, വീട്ടിൽ ചെന്ന് ബൈബിൾ വായിക്കണം. പ്രാർത്ഥനയും ആരാധനയുള്ളവൻ അല്പം പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും അവന്റെ ജീവിതം പോയത് മുന്നോട്ടാണ്, കാനാൻ ദേശത്തേക്കാണ്. ഒന്ന് ഉറക്കെ വിശ്വാസത്തോടെ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയും ആരാധനയും ഉള്ളവൻ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നു പോവില്ല. എന്നാൽ ഫറവോയുടെ ആളുകൾ പ്രാർത്ഥിച്ചു എന്നോ ആരാധിച്ചോന്നോ കാണത്തില്ല. അവർ ബുദ്ധിയുള്ളവരാണ്, ശക്തന്മാരാണ്, പട്ടാളക്കാരുണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്, ആയുധമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. പക്ഷെ പെട്ടുപോയി. അതെഴുതിയിട്ടുണ്ട് 27-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. എല്ലാം പെട്ടുപോയി, എല്ലാം വെള്ളത്തിൽ പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. നോക്കൂ, പ്രാർത്ഥനയും ആരാധനയുള്ളവൻ എല്ലാം നഷ്ടപ്പെട്ടില്ല. അവൻ ആ പ്രശ്നം കടന്നപ്പുറമെത്തി. പ്രാർത്ഥനയും ആരാധനയില്ലാതെ ഇറങ്ങിയവൻ ഇന്ന് വെള്ളത്തിൻ്റെ അടിയിലായി. ഇന്നും അങ്ങനൊക്കെ തന്നെയാണ്. പ്രാർത്ഥനയുള്ളവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലേലും ദൈവം അവന്റെ കൂടെ നിൽക്കും. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ മനസ്സിലെഴുതുമോ? ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവൻ ദൈവത്തോട് എന്തേലും പറഞ്ഞാൽ ദൈവവും അതനുസരിക്കും. അല്ലാത്തവൻ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി പോകത്തുള്ളൂ. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവൻ, ദൈവമേ ഈ വ്യക്തിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കും. കാരണം ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവൻ ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം അത് തട്ടിക്കളയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ വ്യക്തി ഒത്തിരി പ്രയാസത്തിലാ, രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ വ്യക്തിയുടെ പ്രാർത്ഥന അനുസരിക്കും, അവനെ രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. ഇത് മറക്കരുത്, ഈ കാര്യം മറക്കരുത്. എല്ലാവരും ഒരു 5% ശ്രദ്ധ കൂടുതൽ എടുത്ത് കേൾക്കണം. നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, നീ എന്തിനാടാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ആരാധിക്കുന്നത്? പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവൻ ചെങ്കടൽ കടക്കും. അല്ലാത്തവനോ വലിയ വർത്താനമൊക്കെ പറഞ്ഞ് ചെങ്കടൽ ഇറങ്ങും, പക്ഷെ ലക്ഷ്യത്തിലെത്തില്ല. ഈ പോയവരുണ്ടല്ലോ, ഇസ്രായേൽക്കാരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സമ്പത്ത് ഈ പ്രാർത്ഥന ആരാധനയാ. വന്നവര് വലിയ പട്ടാളക്കാരും ബുദ്ധിയുള്ളവരും ശക്തിയുള്ളവരും സ്വാധീനമുള്ളവരെല്ലാം ഇന്ന് കിടക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലാണ്. പക്ഷെ ഒരു സ്വാധീനമുള്ള ദൈവത്തോടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അവർ നിൽക്കുന്നത് കാനാൻ ദേശത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തടസ്സങ്ങൾ മാറണം, പ്രയാസങ്ങൾ മാറണം, പ്രതിസന്ധി മാറണം, ബ്രദറെ എന്നതാ പ്രാർത്ഥിക്കേണ്ടത്, ബ്രദറെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ചെങ്കടൽ പോലും മാറിപ്പൊക്കോളും. അവിടെ പോലും ഒരു വഴി ഉണ്ടാകും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചോ. ഇസ്രായേൽക്കാര് ചെങ്കടലിന് മുമ്പിൽ നിന്ന് ചെങ്കടൽ കണ്ടപ്പം അതിനു മുമ്പ് പ്രാർത്ഥിച്ചു.
നിലവിളിച്ചു. ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. 2, അവർ ആരാധിച്ചു. പ്രാർത്ഥനയും ആരാധനയുള്ളവന്റെ മുമ്പിൽ വഴി അടഞ്ഞു പോകത്തില്ല. അവൻ മുന്നോട്ട് കുതിക്കും. ഞാനത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, ഞാനത് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഞാനത് അറിഞ്ഞത് കൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. ഇതെവിടെ നിന്ന് ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി? വചനം വായിക്കുമ്പോൾ ജീവിതത്തെ കണക്ട് ചെയ്യാൻ പറ്റും. പ്രാർത്ഥനയും ആരാധനയുള്ളവൻ ചെങ്കടൽ കടക്കും, അല്ലാത്തവനോ ചെങ്കടലിൽ വീണുപോകും. പലരും വീണുപോയത് അങ്ങനെയാ, പലരും പെട്ടുപോയതും പട്ടുപോയതും അങ്ങനെയാ. തിണ്ണയിൽ ഇരുത്തണ്ടോനെ അടുക്കളയെ കൊണ്ടുവരും, തിണ്ണയിലിരുത്തി കാപ്പിയും കൊടുത്ത് ചോറും കൊടുത്ത് വിടേണ്ട ആളാ. പക്ഷെ സ്നേഹം മൂത്തു, ഭയങ്കര സഹാനുഭൂതിയായി വിളിച്ച് അകത്തോട്ട് കയറ്റി അടുക്കള വരെ കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാം അവൻ ചതിച്ചോണ്ട് പോയിന്ന്. അപ്പോഴാ പറയുന്നത്, എനിക്ക് ഈ പ്രാർത്ഥന ആരാധനയൊക്കെ പുച്ഛമായിരുന്നു. പ്രാർത്ഥനയും ആരാധനയുള്ളവൻ തിണ്ണയിൽ ഇരുത്തേണ്ടവനെ തിണ്ണയിലെ ഇരുത്തുള്ളൂ, മുറ്റത്തെ നിർത്തേണ്ടവനെ മുറ്റത്തെ നിർത്തുള്ളൂ, അകത്ത് കയറ്റേണ്ടവനെ അകത്ത് കയറ്റുള്ളൂ. അവനെ ചതിക്കാൻ ബുദ്ധിമുട്ടാണ്, അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ പ്രാർത്ഥനയിലും ആരാധനയിലും നിൽക്കും. അവന് വേറൊരു കാഴ്ചയുണ്ട്. അവനെ ദൈവമാണ് നടത്തുന്നത്, അവനെ ദൈവമാണ് നയിക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന കസേരയെ കൂടെ ഇരുന്ന്, ഞാനും ദൈവമേ ഇസ്രായേൽക്കാരെ പോലെ പ്രാർത്ഥിക്കട്ടെ, ഞാനും ഇതുപോലൊന്ന് ആരാധിക്കട്ടെ. എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് വെള്ളമാണ്, ഞാൻ കാണുന്നത് നിലയില്ല കയമാണ്, ഞാൻ കാണുന്നത് ഒരു വഴിയുമില്ലാത്ത സാഹചര്യമാണ്, എനിക്കറിയില്ല ഒരു സ്റ്റെപ്പ് പോലും എങ്ങനെയാ വെക്കണ്ടെന്നറിയില്ല. പക്ഷെ പ്രാർത്ഥനയും ആരാധനയും ഉള്ളവൻ്റെ മുമ്പിൽ വാതിൽ തുറക്കുന്നത് കാണും, ദൈവം വഴി തുറക്കുന്നത് കാണും, അവന്റെ ജീവിതത്തെ ദൈവം കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണും. അങ്ങനെ ദൈവം അങ്ങനെ പ്രാർത്ഥനയും ആരാധനയുള്ള വ്യക്തിയെയും കുടുംബത്തെ കൊണ്ടുപോകുമ്പോൾ അപ്പുറത്തെ പറമ്പിലിരുന്ന് അസൂയപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അപ്പുറത്തിരുന്നോണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അപ്പുറത്തിരുന്നോണ്ട് ഇവന് വേറെന്തോ ബിസിനസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പ്രാർത്ഥനയും ആരാധനയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാ അവന്റെ മുമ്പിൽ വഴികൾ ഓപ്പൺ ആയത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നൽകുന്നത്? വിശ്വാസത്തിൽ കണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ, വിശ്വാസത്തിൽ കണ്ട് ആരാധിക്കാൻ തുടങ്ങിക്കേ. വിശ്വാസത്തിൽ കൊണ്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ വഴി ദൈവം തുറക്കും, വഴികളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. അടുത്ത കാര്യം, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വാശി പിടിച്ച് മേടിച്ചെടുക്കരുത് ഒന്നും, മനുഷ്യന്റെ കയ്യിൽ നിന്നാണേലും ദൈവത്തിന്റെ കയ്യിൽ നിന്നാണേലും. എന്താ പറഞ്ഞേ? വാശി, എനിക്കത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് മതി, എനിക്കില്ലാത്തത് എൻ്റെ അടുത്ത് വാഴില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചെടുക്കേണ്ട ഒന്നും, ശുശ്രൂഷയാണേലും വ്യക്തിയാണേലും പണമായാലും വീടായാലും പറമ്പായാലും ജോലിയായാലും വാശി പിടിച്ച് മേടിക്കരുത്. ആദ്യത്തെ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ കെട്ടുപോകും. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ഇന്ന ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവം നീ എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ അതെൻ്റെ കയ്യിലെത്തണം. അങ്ങനെ പ്രാർത്ഥിക്കുക. നിനക്കുള്ളത് നിന്റെ കയ്യിൽ വാഴും, നീ അതിൽ വാഴും. നിനക്കുള്ളത് നിന്റെ കയ്യിലെത്തും. ഞാൻ എൻ്റെ വിശ്വാസം പറയട്ടെ, വിശ്വാസം പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ വാക്കിൽ നടക്കുമ്പോൾ എനിക്കുള്ളത് എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് പ്രാർത്ഥന ആരാധന ഒന്നുമില്ല, എനിക്ക് ചിലതൊക്കെ നടന്നു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 10 മീറ്റർ അപ്പുറത്തെത്തും. എന്തൊരു ഗുലുമാല ഇത്, ഞാൻ അവിടെ എത്തി, ഇപ്പം കിട്ടിയെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇപ്പം അത് അപ്പുറത്തായിരിക്കുന്നത്, ഇപ്പം അത് എൻ്റെ അടുത്തെത്തിയതാ, പക്ഷെ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയോടെ നടക്കുന്നത് നിന്റെ അടുത്തേക്ക് നടന്നു വരും. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവൻ ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അനുസരിക്കും. അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ ഒരു യോഗ്യതയാണ് ഞാൻ അല്പമെങ്കിലും ദൈവത്തോട് പറയുന്നത്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവൻ. ഇതൊക്കെ ഓരോ സാക്ഷ്യങ്ങളാ, ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവൻ്റെ അനുഗ്രഹമായിട്ട് വരും. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് കുടുംബത്തെ കയറി വന്ന് ഇതൊക്കെ മാറി വരും കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ ഇരുട്ടങ്ങ് മാറും. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവൻ്റെ കയ്യെ പിടിക്കുമ്പോൾ തന്നെ ഒരു എനർജിയാണ്, അവൻ നിൽക്കുന്ന സ്ഥലത്തൊരു വെളിച്ചമാണ്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവൻ അവനെ ടാക്സി വിളിച്ച് അവനെ വീട്ടിൽ കൊണ്ടുപോകും. എന്തിനാ കൊണ്ടുപോയെന്ന്? പ്രാർത്ഥിക്കണോ വരണമെന്നാ പറഞ്ഞ്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവൻ നിന്നിടത്ത് അനുഗ്രഹം വാഴും. ദൈവവചനം അറിയാത്തോണ്ടാ നമുക്ക് ശരിക്കും ഒന്നും ആരാധിക്കാൻ പോലും പറ്റാത്ത.
അറിഞ്ഞാൽ നമുക്ക് നല്ല ജീവനാണ്, നല്ലൊരു ബലമാണ്. ഹല്ലേലൂയ. ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. 2 കാര്യം പറയുവാണ്. 2 കാര്യം, കുറച്ച് സമയം എടുക്കത്തുള്ളൂ, കുറച്ച് സമയം, 5-10 മിനിറ്റ്. 2 പേരാണ് അബ്രാഹവും ലോത്തും. ലോത്ത് കുറുക്കൻ്റെ ബുദ്ധിയുള്ളവനാണ്, അതിബുദ്ധിമാൻ. നമ്മൾ പറയില്ലേ, ബുദ്ധിയുണ്ട് പക്ഷെ അതിബുദ്ധി ആപത്താണ്. ബുദ്ധി വേണം, പക്ഷെ അതിബുദ്ധി പലപ്പോഴും ആപത്താണ്. ലോത്ത് അതിബുദ്ധിമാനാ, കുരുട്ടുബുദ്ധിക്കാരനാ. ഇവിടെ കാണുമ്പോൾ അപ്പുറം കാണും. ഉള്ളിലിരിപ്പ് വേറെയാ, ശുദ്ധമല്ലാത്ത മനസ്സുണ്ട്. കാര്യം വലിയ സുഹൃത്തുക്കൾ അബ്രാഹവും ലോത്തും. പക്ഷെ അബ്രാഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പം ലോത്തിൻ്റെ മനസ്സൊന്നും അത്ര ശുദ്ധമല്ല. സ്ഥലം വീതം വെച്ചപ്പോൾ ലോത്ത് ഏത് സ്ഥലമാണ് എടുത്തത്? ഏറ്റവും നല്ലത്. എന്നാൽ നീ എങ്ങനെ ജീവിക്കും? നിനക്കും ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ, നിനക്കും ഡെയിലി ജീവിക്കണ്ടേ എന്ന് ചിന്തിച്ചു പോലുമില്ല. പുള്ളി എല്ലാം എടുത്തോണ്ടൊരു പോക്കങ്ങ് പോയി. അബ്രാഹാം വലിയൊരു നഷ്ടത്തിൽ തല കുനിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം സംസാരിച്ചത് ഞാൻ വായിക്കുകയാണ്. 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. ലോത്ത് സ്ഥലവും സമ്പത്തും ഒക്കെ എടുത്തോണ്ട് പോയി. ഇന്ന് കുറെ ചീങ്കപ്പാറ പോലത്തെ കുറെ സ്ഥലമുള്ളൂ ഈ അബ്രാഹത്തിന്. അപ്പൊ അബ്രാഹാം വേർപെട്ട് എങ്ങനെ ഇരിക്കുന്ന എഴുതിയിട്ടുണ്ട്. തല ഉയർത്തി മൂലയ്ക്ക് കുത്തി ഇരിക്കുക. ആര്? അബ്രഹാം തല കുനിച്ചിരിക്കുക. നമ്മൾ ഒരു മൂലയ്ക്ക് തല കുനിച്ചിരിക്കുക. അപ്പോൾ ദൈവം വന്നിട്ട് പറയുവാണ്, നീ തല ഉയർത്തുക. ഇങ്ങനെ മൂടി തല താഴ്ത്തി ഇരിക്കരുത്. നീ ഇങ്ങനെ മൂലയ്ക്ക് കുത്തി ഇരിക്കരുത്. തല ഉയർത്തി നിൽക്ക്. ആദ്യം തന്നെ തല ഉയർത്തി. നമ്മളെ തല ഉയർത്തി നിർത്തുന്ന ആരാ? ദൈവം. അതാദ്യം ഓർക്ക്. എൻ്റെ ദൈവമേ, എനിക്കൊന്നും ഇല്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. നിന്നെ തല ഉയർത്തി നിർത്തും ദൈവം. ആര് നിർത്തിയില്ലേലും ആ ബലം മതി. വേറൊരാളുടെ കാലം നിൽക്കണ്ട, അയാൾ കാല് വലിക്കും. വേറൊരാളുടെ ബലത്തിൽ നിൽക്കണ്ട, ഇട്ടിട്ട് പോവും. ദൈവത്തിൻ്റെ ബലത്തിൽ നിൽക്ക്, അതൊരിക്കലും പരാജയപ്പെടില്ല. തല ഉയർത്തി നിൽക്കാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. എങ്ങോട്ടൊക്കെ നോക്കാൻ പറഞ്ഞു? നീ തല ഉയർത്തി കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, തെക്കോട്ട്, വടക്കോട്ട് നോക്കുക. ചുമ്മാ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് അവിടുത്തെ ഭിത്തി കാണുന്നുണ്ട്, മുറ്റത്ത് കിടക്കുന്ന കുറച്ച് കാറ് കാണുന്നു, അവിടെ പ്ലാവ്, മാവ്, ഇല്ലി നീപ്പുണ്ട്, ലൈറ്റ് കത്തി കിടപ്പുണ്ട്, ബോക്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നത്. അങ്ങനെ നോക്കാനല്ല, നീ നോക്ക്, നീ വിശ്വാസത്തിൽ നോക്ക്. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ മക്കൾക്കുമായി എന്നേക്കുമായി ഞാൻ തരും. അപ്പൊ 10 വർഷത്തേക്കല്ല, അവിടെ ഒരു വാക്കുണ്ട്, എന്നേക്കുമായി. ഇനി ആരും അത് പിടിച്ചോണ്ട് പോകത്തില്ല. ഇനി ആരും നിന്നെ ആരും പറ്റിച്ചോണ്ട് പോവില്ല. നീ എഴുന്നേറ്റ് നോക്ക്. അപ്പൊ ഒരു ചോദ്യം, നോക്കിയാൽ എങ്ങനെയാ കിട്ടുന്നേ? വിശ്വാസത്തിലാ നീ നോക്കിയതെങ്കിൽ നോക്കിയത് നാളെ നിന്റെ കയ്യിലിരിക്കും. വിശ്വാസത്തിലാണ് അത് കണ്ടതെങ്കിൽ പ്രാർത്ഥിച്ചെഴുതിയിട്ട നിയോഗം ഒരു കടലാസ് കണക്കെ ചുമ്മാ കൊണ്ട് ഈ പെട്ടിയിലിട്ടുന്ന കാര്യമല്ല പറയുന്നേ. ഞാൻ എഴുതിയിട്ട കാര്യം വിശ്വാസത്തിലാണ് അത് നോക്കിയതെങ്കിൽ അത് നാളെ നിന്റെ കയ്യിലെത്തി. സാക്ഷ്യം പറഞ്ഞാലും പറഞ്ഞില്ലേ, ഇനി നാളെ ഇവിടെ വന്നാലും വന്നില്ലേലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, ഇനി ഒന്നും പറഞ്ഞില്ലേലും അത് നിന്റെ കയ്യിലിരിക്കും. കാരണം വിശ്വാസത്തിൽ നോക്കുന്നത് നിന്റേതായി വരും. ശുശ്രൂഷയാണേലും അത് മണ്ണായാലും എന്തായാലും ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ കണ്ണിലൂടെ നോക്കിയതെങ്കിൽ അത് നാളെ എന്റേതാണ്. എഴുതിയിരിക്കും, നോക്ക്, നീ കാണുന്നത് നിനക്കും നിന്റെ മക്കൾക്കുമായി തരൂന്നല്ല. ഒരു വാക്കുണ്ട്, ലൈഫ് ലോങ്, എന്നേക്കുമായി ഞാൻ നിനക്ക് തരും. ഇനി 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17-ാമത്തെ വാക്യം. എഴുന്നേറ്റ്, അബ്രാഹത്തോട് ദൈവം പറയുവാണ്, എഴുന്നേറ്റിട്ട് എന്നാ ചെയ്യണം? ഈ ഭൂമിക്ക് നെടുകയും ഭൂമിക്ക് എന്നെ എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ചേ. എഴുന്നേറ്റ് ഭൂമി എന്ന് എഴുതിയിരിക്കുന്നത്. ഭൂമിയാ ലോത്ത് കൊണ്ടുപോയേ. പുള്ളിക്ക് ഭയങ്കര വിഷമം, എൻ്റെ ഭൂമിയെല്ലാം പോയി എന്നൊരു ദുഃഖമുണ്ട്. നല്ലതല്ല ഈ ചങ്ങായി കൊണ്ടുപോയി. അപ്പൊ പറയണം, നീ വിഷമം നിന്റെ മണ്ണിനെ ഓർത്താണ്. നീ ആ ഭൂമിക്ക് നേരെ നെടുകയും കുറുകയും ചുമ്മാ നടക്ക്. എനിക്കത് മനസ്സിലാകുന്നില്ല വായിച്ചിട്ട്. നടന്നാൽ എങ്ങനെയാ അതെൻ്റെ അടുത്ത് വരുന്നത്? വിശ്വാസത്തിൽ നടക്കുന്നത് നിന്റെ ആയി വരും.
ഹല്ലേലൂയ. അപ്പോൾ എന്താ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത്? നിയോഗത്തിൽ എഴുതി പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിൽ ഞാൻ ആ പ്രാർത്ഥനയിൽ നടക്കുകയാണ്. ആ നിയോഗത്തിൽ എനിക്ക് വീടില്ല എന്നതാണ് എൻ്റെ ഒരു നിയോഗം. ഞാൻ ആ നിയോഗത്തിൽ നെടുകയും കുറുകയും നടക്കുവാണ്. പ്രാർത്ഥിച്ച് 30 ദിവസം, 15 ദിവസം, 21 ദിവസം നിയോഗത്തിൽ നടക്കുന്നത്. എഴുന്നേറ്റ് ഭൂമിക്ക് നിനക്ക് എന്താ വിഷമമുള്ളത് അതിൻ്റെ മേലെ നടക്കുക. അത് നിനക്ക് ഞാൻ തരും. നീ നടന്നത് നിനക്ക് ഞാൻ തരും. ആരാ പറഞ്ഞതെന്ന് അറിയാമോ? അവിടുത്തെ മെമ്പർ അല്ല പറഞ്ഞത്, പ്രസിഡന്റ് അല്ല പറഞ്ഞത്, MLA അല്ല പറഞ്ഞത്. ഇത് ലോകത്തെ സൃഷ്ടിച്ചവൻ പറയുക, നീ വിശ്വാസത്തിൽ നടന്നത് നിന്റെ കൈ ഞാൻ തരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമ്മൾ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കും, ഒന്ന് പാടും, ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ എഴുതിയിട്ട നിയോഗം എന്നാ നിങ്ങൾക്കറിയാം. അതിന്മേൽ നമ്മൾ വിശ്വാസത്തിൽ നടക്കണം. നിൽക്കുക, നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ നടക്കുക. ദൈവമേ, എൻ്റെ മകൻ്റെ കാര്യം എന്തു ചെയ്യും? ആ നിയോഗത്തിൻ്റെ മേൽ നടക്കണം, വിശ്വാസത്തിൽ നടക്കണം. ദൈവം പറയുക, നീ നടക്കുമ്പോൾ നീ നടന്നത് നിൻ്റെ ആയി മാറും. അയ്യോ, ഞാനിങ്ങനെ ഓർക്കുക, എൻ്റെ മകൻ്റെ വിവാഹം എങ്ങനെ നടക്കാനാ? നീ അതിൽ വിശ്വാസത്തിൽ നടക്ക്. ഒരു വീട് ഞാൻ ഇനി എങ്ങനെ പണിയാനാ? വിശ്വാസത്തിൽ നടക്ക്. ഒരു വണ്ടി ഞാൻ എങ്ങനെ മേടിക്കാനാ? വിശ്വാസത്തിൽ നടക്ക്, വിശ്വാസത്തിൽ നടക്ക്. ഞാനിത് പഠിച്ച് പാസ്സാകുമോ? വിശ്വാസത്തിൽ നടക്ക്. എനിക്ക് ആ പൊസിഷനിൽ എത്താൻ പറ്റുമോ? എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റുമോ? എനിക്കെല്ലാം നഷ്ടമാണല്ലോ. നീ എഴുന്നേറ്റ് വിശ്വാസത്തിൽ ഇങ്ങനെ നെടുകയും കുറുകയും നടക്ക്. എനിക്ക് മനസ്സിലാകുന്നില്ല നെടുകയും കുറുകയും നടന്നാൽ എങ്ങനെ നടക്കുമെന്ന്. പക്ഷെ ബൈബിൾ പറയുന്നു, വിശ്വാസത്തിലാണ് നടക്കുന്നെങ്കിൽ അത് നിന്റെ വരും. അല്ലെ, ദൈവം നിന്റെ അത് തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ വിശ്വാസത്തിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഈ വിശ്വാസത്തിൽ ഒന്ന് ആരാധിക്കട്ടെ, ഈ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. പലതും നടക്കുകയില്ലെന്ന ആ ബുദ്ധി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നേ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹം ചിന്തിച്ചു കാണും, ഇനി എത്ര കൊല്ലം പണിയെടുത്താലാ ഇത്രയും ഭൂമി ഒന്ന് മേടിക്കാൻ പറ്റുക? അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുക, നീ തലകുനിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കണ്ട, എഴുന്നേൽക്ക്, എന്നിട്ട് നെടുകയും കുറുകയും നടക്ക്. നീ മനസ്സിൽ വിശ്വാസത്തോടെ നടന്നത് നിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത്? ഞാൻ ഇങ്ങനെയാണോ നടക്കേണ്ടത്, ഇങ്ങനെയാണോ നടക്കേണ്ടത്? അതൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ നിന്നിടത്ത് നിന്നാൽ മതി. മനസ്സിലാ എഴുതിയിട്ട നിയോഗം കാണുക. ചിലപ്പോൾ പാസ്പോർട്ട് കാണും കയ്യിൽ, ചിലപ്പോൾ മരുന്നിൻ്റെ ചീട്ട് കാണും കയ്യിൽ, ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കാണും കയ്യിൽ, ചിലപ്പോൾ കുറേ ആശങ്കയായിരിക്കും, ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിച്ചെഴുതി ഈ ഇപ്പുറത്തെ പാത്രത്തിലിട്ട കുറച്ച് നിയോഗമായിരിക്കും. അത് മനസ്സിലൊന്ന് കണ്ടേ, അത് മനസ്സിൽ കണ്ണുകളടച്ച് കണ്ടേ. നീ കണ്ടതും നോക്കിയതും നിനക്ക് ഞാൻ തരും. ചുമ്മാ ഈ സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട കാര്യം മാത്രമല്ല, നീ വിശ്വാസത്തിൽ എന്താ കാണുന്നത്? എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നത് വിശ്വാസത്തിൽ ഞാൻ ദൈവമേ കാണുന്നു. ഞാൻ അനുഗ്രഹമുള്ള ശുശ്രൂഷ ചെയ്യുന്നതായി ഞാൻ കാണുന്നു. അനേകം രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുന്നു. അനേകം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നവർ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് ഞാൻ കാണുന്നു. അനുഗ്രഹമുള്ള ശുശ്രൂഷകൾ വളർന്നു വരുന്നത് ഞാൻ കാണുന്നു. അനേകർ ദൈവത്തെ അറിയുന്നത് ഞാൻ കാണുന്നു. നീ കാണുന്നത് നിനക്ക് ഞാൻ തരും. നീ കണ്ടത്, നീ വിശ്വാസത്തിലാണ് കണ്ടത്, അത് നിന്റെ കയ്യിലേക്ക് വരും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ തലകുനിച്ചിരുന്നത് മതി, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, വിശ്വാസത്തിൽ എഴുന്നേൽക്ക്, എന്നിട്ട് നടക്ക്, നെടുകയും കുറുകയും നടക്ക്. എന്തിന്റെ മേലെയാ നടക്കുന്നത്? വിഷമത്തിന്റെ മേലെ, പ്രശ്നത്തിന്റെ മേലെ, പ്രതിസന്ധിയുടെ മേലെ. ചിലരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്നെന്നറിയാൻ പാടില്ല, ഭയങ്കര ടെൻഷനാണ്, എല്ലാം തടസ്സമാണ്, എല്ലാം പ്രതികൂലമാണ്. ഇനിയുള്ള സമയം വിലപ്പെട്ടതാണ്. ഇനിയുള്ള സമയം നടക്കാനുള്ള സമയമാണ്. ഇനിയുള്ള സമയം വിശ്വാസത്തിൽ നടക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താകും? അതിന്മേൽ പ്രാർത്ഥനയിൽ നടക്ക്, വിശ്വാസത്തിൽ നടക്ക്. കണ്ണുകൾ അടച്ച് എല്ലാവരും, എൻ്റെ സ്ഥലം എങ്ങനെ വിൽക്കും? അതിന്മേൽ നടക്കും. എനിക്ക് എങ്ങനെ ഒരു സ്ഥലം മേടിക്കാൻ പറ്റും? അതിന്മേൽ നടക്കും. ഞാൻ എങ്ങനെ പ്രസംഗിക്കും? എനിക്ക് ആ ഒരു കൃപയില്ലല്ലോ. അല്ല, എൻ്റെ വീട്ടിലാകെ പ്രശ്നമാണല്ലോ. എൻ്റെ കൂടെ പലരും ഉണ്ടെങ്കിലും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ആ വിഷയത്തിൻ്റെ മേൽ നടക്കാനാ പറഞ്ഞത്. തൂമ്പ എടുത്ത് കളയ്ക്കാനല്ല, കുറെ പൈസ കൊണ്ടേ കമിഴ്ത്താനല്ല, ചുമ്മാ നടക്കാനാ പറഞ്ഞത്. വേറൊന്നും തല കുത്തി നിൽക്കാനല്ല, നടക്കാനാ പറഞ്ഞത്.
വിശ്വാസത്തിൽ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഞാനിങ്ങനെ പറയട്ടെ, കർത്താവേ, ഇവിടെ വന്ന ജനത്തെ അനുഗ്രഹിക്കണമെന്ന് വിശ്വാസത്തിൽ ഞാൻ നടന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനം ഇവിടെ എഴുതിയിട്ട് നിയോഗം ഒന്നുപോലും നഷ്ടപ്പെടരുത്. ഒരു രോഗി പോലും സൗഖ്യപ്പെടാതെ പോകരുത്. ഒരു പ്രയാസത്തിൽ കഴിയുന്നവർ പോലും വിടുതൽ പ്രാപിക്കാതെ പോകരുത്. അനുഗ്രഹം അനുഭവിക്കാൻ കഴിയണം. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിന്ന് എഴുതിയിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത് എത്തിന്ന്, എത്താൻ പോവുകയാണ്, എത്തുമായിരിക്കുന്നല്ല, എത്തി. അത് പ്രാർത്ഥനയും ആരാധനയും. മുമ്പിൽ ചെങ്കടലാണേലും കുഞ്ഞെ പേടിക്കണ്ട. കൈ ഉയർത്തി നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ചെങ്കടലായിരിക്കാം, പേടിക്കണ്ട. നിങ്ങൾ ചെല്ലുന്നതനുസരിച്ച് ദൈവത്തിനറിയാം അവിടെ ഒരു വഴിയുണ്ടാക്കാൻ. ഏതൊക്കെയോ മുൾപടർപ്പിന്റെ ചുവട്ടിൽ ചടഞ്ഞു കുത്തിയിരിക്കുക പലരും. എൻ്റെ ജീവിതം ഇങ്ങനാണ്, എൻ്റെ കുടുംബം ഇങ്ങനാണ്, എൻ്റെ സാമ്പത്തികം ഇങ്ങനാണെന്ന് മരിച്ചാൽ മതിയെന്ന് പോലും ചിന്തിച്ചവരുണ്ട്. എന്നാൽ കൈയെത്തുന്ന ദൂരത്ത് എഴുന്നേറ്റ് നോക്ക്. നിന്നെ ഒരുപാട് ദൂരം നടത്താൻ ആഗ്രഹിച്ച് ഒരു അപ്പം അടുത്തിരിക്കുന്നത് പോലെ ഒരു വചനം, ഒരു ദൈവ സാന്നിധ്യം നിന്റെ അടുത്തിരിക്കുന്നു. ആ ദൈവ സാന്നിധ്യം നിന്നോട് പറയുന്നു, നിനക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തി ആധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ നടക്കും, ഒരത്ഭുതം നടക്കും. രോഗങ്ങൾ സൗഖ്യമാകും. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും മാറിപ്പോകും. പൈശാചിക ശക്തികൾ മാറിപ്പോകും. ബന്ധനങ്ങൾ മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. തടസ്സങ്ങൾ മാറും. പ്രതിസന്ധികൾ മാറും. വെല്ലുവിളികൾ മാറും. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കുടുംബങ്ങളുടെ അകത്ത് ചില വിടുതലുകൾ നടക്കട്ടെ, സംഭവിക്കട്ടെ. എല്ലാ പൈശാചിക തിന്മയുടെ ആധിപത്യങ്ങളും മാറിപ്പോകട്ടെ, പുറത്തു പോകട്ടെ. എല്ലാ ആധിപത്യങ്ങളും മാറിപ്പോകട്ടെ. തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ചെങ്കടൽ വഴി മാറിയതുപോലെ ജീവിതത്തിൽ വഴികൾ തുറക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ വിളിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. കരങ്ങൾ എന്നെ സൗഖ്യമാക്കും. എന്നും അവനുണ്ട്. എന്നെ സൗഖ്യമാക്കും. എന്നും അവനുണ്ട്. അതുകൊണ്ട് ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. യഹോവ എന്നെ സൗഖ്യമാക്കും. യഹോവ എന്നും അവരുണ്ട്. യഹോവ എന്നെ സൗഖ്യമാക്കും. യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് ഓർത്തേ. നമ്മളിന്ന് പ്രാർത്ഥിച്ചത് എന്തോ കണ്ടു കേട്ടു പോകാനല്ല, അനുഭവിച്ചു വേണം പോകാൻ. ആ അനുഗ്രഹം 10 നാൾ കഴിഞ്ഞല്ല, ഇന്ന് കിട്ടണം. ദൈവത്തിന്റെ വാക്കനുസരിച്ചവൻ പറയുന്ന വാക്ക് ദൈവം അനുസരിക്കാതിരിക്കില്ല. ഏലിയായോട് ദൈവം പറഞ്ഞു, നീ അവിടെ പോയി താമസിക്കുക. ഏലിയ അനുസരിച്ചു. ഏലിയ പറഞ്ഞു, മഴ പെയ്യരുത്. ദൈവം അനുസരിച്ചു. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവനെ ദൈവം അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. വിശ്വസിക്കുന്നു. ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അത് അത്ഭുതമായി മാറും. നാളെ നിങ്ങൾ സാക്ഷ്യം പറയാൻ ഇവിടെ വരുവോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഒരനുഗ്രഹമായിട്ട് പോകും. ഒന്ന് കണ്ണുകൾ തുറന്ന് ഞാൻ
ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഒരു ദർശനമുണ്ടായി. ഒരു ദർശനം, അതൊരു വലിയ വിളക്കാണ്, ഒരു വലിയ വിളക്ക്. ആ വിളക്കിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൈ നീട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് എല്ലാവരും ആ വിളക്കിൽ നിന്ന് തീ കത്തിച്ചുകൊണ്ട് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് ഞാൻ കാണുന്നത് ഈ കത്തിച്ചു കൊണ്ടുപോയ ആ വിളക്കൊക്കെ ആ വീടുകളിൽ വെളിച്ചമായി മാറി. ഞാൻ വിശ്വസിക്കുന്ന ഇവിടെയുള്ള ശുശ്രൂഷ ഒരു വിളക്കാണ്. ഈ വിളക്കിൽ നിന്ന് ആരൊക്കെയോ ചില നന്മകളെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. അത് വിളക്കായി വെളിച്ചമായി അത് അവിടെ തുടങ്ങും. വെളിച്ചമായി അത് മാറും. ഓരോ നിയോഗവും അങ്ങനെയാണ്, ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. ഈശോയുടെ നാമത്തിൽ അത് സമർപ്പിക്കുക, ഏൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധ്യമാണ്. ഞങ്ങൾ ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിലെ വിശ്വസിക്കുന്നത്. അങ്ങയുടെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ തൊടുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവം എന്നെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. ഞാൻ തകർന്നു പോകാത്തത്, ഞാൻ നശിച്ചു പോകാത്തത്. എല്ലാവരും ചേർത്ത് വെച്ച് എല്ലാ വ്യക്തികളെയും ഈ നിയോഗ പ്രാർത്ഥനയിൽ ഓൺലൈനായി പങ്കെടുക്കുന്നവരുണ്ടാകാം, ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരുണ്ട്. എത്രയോ സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. എത്രയോ കാര്യങ്ങളിലാണ് ദൈവം അത്ഭുതകരമായി ഇടപെട്ടത്. എത്രയോ കുടുംബങ്ങളെയാണ് ദൈവം ബലപ്പെടുത്തിയത്. എത്രയോ വ്യക്തികളെയാണ് ദൈവം സൗഖ്യമാക്കിയത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ, സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടേ. എല്ലാവരും ചേർന്ന് പാടാമോ? വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടണേ. നിങ്ങൾ എഴുതിയിട്ട നിയോഗം മനസ്സിൽ കാണണം. അബ്രാഹത്തെ പോലെ അതിൻ്റെ മേൽ വിശ്വാസത്തിൽ നടക്കുകയാണ്. അത് സൗഖ്യമായാലും വിടുതലായാലും അത് ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു തരും. എല്ലാവരും ചേർന്ന് എന്നോ എൻ്റെ കൂടെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച കർത്താവേ, യോഗ്യമല്ലാത്ത സ്ഥാനമായിരിക്കാം, പക്ഷെ ദൈവം എന്നെ യോഗ്യരാക്കും. എനിക്കതിന് അർഹതയൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ എന്നെ ദൈവം അതിന് അർഹനാക്കും, അർഹയാക്കും. 1000 തലമുറയോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം ഇന്ന് എന്നോട് കരുണ കാണിക്കും. എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അത് വിശ്വാസത്തിൽ ഞാൻ കാണുന്നു, വിശ്വാസത്തിൽ ഞാൻ കാണുന്നു. ഏറ്റുചൊല്ലി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ഇനി 4 പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മുടെ കരങ്ങൾ പരമാവധി ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടെന്നും ഈ അനുഗ്രഹം ലഭിച്ചെന്നും ഈ സൗഖ്യം ലഭിച്ചെന്നും ഈ തടസ്സം മാറിയെന്നും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അത്ഭുതകരമായ വിജയവും നന്ദി പറയുന്നു. പാടി പ്രാർത്ഥിക്കട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കട്ടെ.